ഒരു ഫോണും ഇത്ര ത്യാഗം അനുഭവിച്ചിട്ടുണ്ടാവില്ല. അതെന്നെ, ഈ ഫോൺ പല ടൈപ്പ് ലിക്വിഡിൽ മുക്കിയും ഒഴിച്ചും നോക്കി, പിന്നെ തറയിലേക്ക് എറിഞ്ഞു, മുകളിലേക്ക് എറിഞ്ഞു, ചുവരിലേക്ക് എറിഞ്ഞു, കലിപ്പ് തീരാഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഐസാക്കി ഈ പരുവത്തിലാക്കി. ഇതൊക്കെ കഴിഞ്ഞ് രണ്ടാണി ഇതുകൊണ്ട് അടിച്ച് ക്ഷീണിച്ചപ്പോ ഒരു നൂഡിൽസ് ഉണ്ടാക്കിയപ്പോ ദാ അതിലേക്കും വീണു. അറിയാതെ 4 ഇളക്കുകൾ. ഇതിനൊക്കെ കഴപ്പ് എന്നല്ലാതെ എന്താ പറയാ. നോ കഴപ്പ്. ഇത്രയൊക്കെ ചെയ്തിട്ട് ഈ ഫോൺ നോക്കിക്കേ, നോ ഇഷ്യൂസ്, സ്റ്റിൽ വർക്കിംഗ്. 360 ഡിഗ്രി ആർമർ ബോഡിയിൽ IP66, 68, 69 റേറ്റിംഗിൽ വേറെ ലെവൽ ഡ്യൂറബിലിറ്റി ആണ് ഈ ഫോണിൽ തന്നിട്ടുള്ളത്. അത് വിചാരിച്ച് ഞാൻ ഈ കാണിച്ച കഴപ്പൊന്നും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണ്ട. അറിയാതെ ഫോൺ എന്തെങ്കിലും സംഭവിച്ചാൽ ഫോൺ സേഫ് ആണ്, അത്രമാത്രം. 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ, 300% വരെ സിഗ്നൽ ബൂസ്റ്റ് ചെയ്യാൻ പുതിയ ആന്റിന സെറ്റപ്പ്, Qualcomm Snapdragon 6 Gen 1 ചിപ്സെറ്റ്. ഇതിൽ 6500 mAh കപ്പാസിറ്റി ഉണ്ടെങ്കിലും ഫോൺ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. റിവേഴ്സ് ചാർജിംഗ് ഓപ്ഷനും ഉണ്ട്. ഇനി 50 മെഗാപിക്സലിന്റെ മെയിനും 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണുള്ളത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഒരുപാട് അധികം AI ഫീച്ചേഴ്സും ഇതെല്ലാം ഉള്ള നല്ലൊരു ഫോണാണ് Oppo F29. ഇതിന്റെ പ്രോ വെർഷൻ ഉണ്ട്. അതിൽ 6000 mAh ബാറ്ററിയും MediaTek Dimensity 7300 എനർജി ചിപ്സെറ്റും ആണ് വരുന്നത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഓപ്പോ കേരള പേജ് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇതിന്റെ പ്രൈസും ഓഫേഴ്സും മറ്റു ഡീറ്റെയിൽസും അറിയാനായിട്ട് എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു തരാം. ഇപ്പൊ തന്നെ നോക്കിക്കോ. അപ്പോ ഓക്കെ, ബൈ.